ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഫ്താറിനുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പുതിനയില, 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു പകുതി സവാള, 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത മസാല ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പോട്ടിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നിറയെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ബോയിലാക്കി എടുക്കണം. ബോയിലാകുന്നതിന് വേണ്ടി ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതൊന്ന് നന്നായി ഇതുപോലെ വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിക്ക് പൊടി വാട്ടുന്ന പരുവത്തിൽ ഇതൊന്ന് വാട്ടിയെടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഉടനെ തന്നെ ഇത് കവർ ചെയ്ത് വെക്കാം. 1 മിനിറ്റോളം ഒന്ന് കവർ ചെയ്ത് വെക്കണം. 1 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കുമ്പോൾ മൂടിയിൽ നന്നായി നീരാവി തട്ടി നിൽക്കുന്നത് കാണാം. ഈ ഒരു സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് ഫ്ലെയിം ലോയിലാക്കി ഇത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി നന്നായി വാട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ 1 മിനിറ്റ് ആദ്യം കവർ ചെയ്ത് വെക്കുന്നത്. തിളച്ച വെള്ളത്തിൽ കിടന്ന് ആവി തട്ടി ഇത് നന്നായി ഒന്ന് കുക്കായി കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായി വാട്ടിയെടുക്കാൻ എളുപ്പത്തിൽ പറ്റും. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായി പൊടി വാട്ടിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ ഒരൊറ്റ പീസായിട്ട് കിട്ടുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് ആകുന്ന സമയത്ത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. ചിക്കൻ ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ ഗ്രീൻ മസാലയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്നാക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചിക്കൻ നന്നായി കുക്കായി കിട്ടും. വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി വാട്ടിവെച്ച പൊടി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയ ശേഷം ഇതുപോലെ നോൺ സ്റ്റിക്ക് പോട്ടിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നോൺ സ്റ്റിക്ക് പോട്ടിൽ ഇതുപോലെ പൊടി വാട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. പൊടി കൗണ്ടർ ടോപ്പിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായി പൊടി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ബോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇങ്ങനെ നന്നായി ഉരുട്ടിയെടുത്ത ശേഷം ഇത് കൈകൊണ്ട് ഇതുപോലെ കുഴിച്ച് പരത്തിയെടുക്കണം. ഇനി കുഴിയിലേക്ക് നമുക്ക് 2 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. ചിക്കൻ മസാല വെച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് സൈഡ് ഭാഗം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ പൊടി കൊണ്ട് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. നന്നായി പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോളായിട്ട് കിട്ടുന്നത്.
ഇങ്ങനെ ബോൾ ഉണ്ടാക്കിയ ശേഷം ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവിൽ നിന്നും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. നല്ല ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടി നന്നായി പ്രസ് ചെയ്ത് നന്നായി ഉരുട്ടിയെടുത്താൽ മതി. വരുന്ന ഇഫ്താറിന് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഓയിലിൽ ഫ്രൈ ചെയ്തതൊക്കെ ഒഴിവാക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും ഞാനിതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ആദ്യം നന്നായൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് കുഴിച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് 1-2 ടീസ്പൂൺ ചിക്കൻ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാല കവർ ചെയ്യുന്ന രീതിയിൽ മാവ് നന്നായൊന്ന് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് നന്നായൊന്ന് ബോയിലാക്കി പൊടി ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം വേണം പൊടി മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നന്നായിട്ട് കുക്കായി എല്ലാ ഭാഗവും ഒരുപോലെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുന്നത്. ഇങ്ങനെയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ബോൾ ഉണ്ടാക്കിയെടുത്ത ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നതിന് വേണ്ടി സ്റ്റീമറിന് മുകളിൽ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ആവി നന്നായി വന്നു കഴിയുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ 12 ഉണ്ട വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും. സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ ആവിയിൽ വേവിച്ച അടിപൊളി ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.